ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. ഇത് ബേബി കോൺ ചില്ലിയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ ഇതാണ് ഉണ്ടാക്കിയത്. ഒരു വെറൈറ്റി ഡിഷാണ്. മീൻസ് ഈ ബേബി കോൺ നമ്മൾ അധികം ഇങ്ങനെ കേരളത്തിൽ ഉണ്ടാക്കാറില്ലല്ലോ. ഇതെനിക്ക് ഇന്നലെ ഒരു സൂപ്പർ മാർക്കറ്റിൽ കിട്ടിയതാണ് കേട്ടോ. ആ ജാം ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ നമ്മളിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ, ഇത് ആദ്യം കട്ട് ചെയ്തിട്ട് നമ്മൾ കുറച്ച് നേരം ചൂടുവെള്ളത്തിലിട്ടിട്ട് വെക്കണം. നമ്മൾ സാധാരണ കോളിഫ്ലവറൊക്കെ ഇടാറില്ലേ, അതുപോലെ തന്നെ നമ്മൾ കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെക്കാം. എന്നിട്ട് ആ സമയത്ത് നമുക്ക് ഈ വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്ത് വെക്കാം. നമ്മുടെ ചില്ലിക്ക് വേണ്ട വെജിറ്റബിൾസ് ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ അതാണിപ്പോൾ ചെയ്യാൻ പോകുന്നത്. എനിക്ക് എൻ്റെ അടുത്ത് യെല്ലോ ക്യാപ്സിക്കമാണ് ഉണ്ടായത്. അത് വേഗം കട്ട് ചെയ്ത് വെച്ചു. പിന്നെ കുറച്ച് ഉള്ളി അരിഞ്ഞു വെച്ചു. അതൊരു സ്ക്വയറായിട്ടാണ് ചെയ്യേണ്ടത്. പിന്നെ കുറച്ച് പച്ചമുളക്, ഞങ്ങളുടെ വീട്ടിലുണ്ടായ പച്ചമുളകാണ് കേട്ടോ. അപ്പോൾ ചെടിയിൽ പിടിച്ച് ഉണങ്ങിയിട്ട് റെഡായി പോയതാണ്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി അതൊക്കെ ഒന്ന് അരിഞ്ഞു വെക്കാം. പിന്നെ ഈ വെള്ളത്തിൽ നിന്ന് മാറ്റിയിട്ട് ഇതിന് നമ്മൾ കുറച്ച് മാരിനേറ്റ് ചെയ്യണം. ചില്ലി പൗഡർ, പെപ്പർ പൗഡർ, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, കോൺഫ്ലോർ, റൈസ് ഫ്ലോറൊക്കെ ഇട്ടിട്ട് നമ്മളൊന്ന് നന്നായിട്ട് മാരിനേറ്റ് ചെയ്യണം. ഇങ്ങനെ നമുക്കൊന്ന് ഫ്രൈ ചെയ്യാം. ഇത് ഞാൻ വീഡിയോ സ്പീഡാക്കിയതാണ് കേട്ടോ, ഒന്നും വിചാരിക്കരുത്. അങ്ങനെ നമ്മൾ ഈ എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോഴാണ് നമ്മൾ എണ്ണയിലേക്ക് ഈ ബേബി കോൺ പീസസ് ഇടേണ്ടത്. അല്ലെങ്കിൽ എന്താ പറ്റുകയെന്ന് വെച്ചാൽ, നമ്മുടെ കോട്ടിങ് ഉണ്ടല്ലോ, അത് ഇളകിയിട്ട് എവിടെയോ പോവും, ബേബി കോൺ എവിടെയോ പോവും. അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത്, ഒരു പാനിൽ എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മുടെ ജിഞ്ചർ ഗാർലിക്കും പിന്നെ പച്ചമുളകും അതൊന്ന് വഴറ്റണം. പച്ചമുളക് പച്ചയായിട്ടല്ല, റെഡായിട്ടാണ് കാണുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് വഴഞ്ഞ് വരുമ്പോൾ നെക്സ്റ്റ് നമ്മൾ ചേർക്കുന്നതാണ് നമ്മൾ സ്ക്വയറായി മുറിച്ചെടുത്ത ഉള്ളി അതിലേക്ക് ചേർക്കാം. ഉള്ളീൻ്റെ കൂടെ തന്നെ നമുക്ക് ഈ ക്യാപ്സിക്കം കൂടി ചേർക്കാം. നമ്മൾ ഈ ചൈനീസ് ഡിഷൊക്കെ ഉണ്ടാക്കുമ്പോണ്ടല്ലോ, ഈ ഹൈ ഫ്ലെയിമാക്കി വെക്കണം ഈ വെജിറ്റബിൾസൊക്കെ ഫ്രൈ ചെയ്യുന്ന സമയത്ത്. ബിക്കോസ് ഈ വെജിറ്റബിൾസൊക്കെ വളരെ കുറഞ്ഞ സമയം വേവിച്ചാൽ മതി. മീൻസ് അധികം വേവിക്കേണ്ട. നമ്മൾ ഈ ഇന്ത്യൻ രീതിയിൽ നമ്മൾ എല്ലാം നല്ലോണം വേവിക്കില്ല, അതുപോലെ ചെയ്യണ്ട. പകുതി വേവായാൽ മതി. അപ്പോൾ ഞാൻ ഇതിൽ ചേർക്കുന്നത് ഒരു സോയ സോസ് ചേർക്കുന്നുണ്ട്. പിന്നെ ഇതിൽ ഞാൻ ചേർക്കുന്നത് ചില്ലി സോസ്, റെഡ് ചില്ലി സോസും ചേർത്തിട്ടുണ്ട്, ഗ്രീൻ ചില്ലി സോസും ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ സോസൊക്കെ ചേർക്കാം. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ കൂടെ നമ്മൾ ടൊമാറ്റോ സോസും കൂടി ചേർക്കുന്നുണ്ട്. ടൊമാറ്റോ കെച്ചപ്പാണ് ഞാൻ ചേർത്തത് കേട്ടോ. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന നമ്മുടെ കിസാൻ്റെ യൂസ് ചെയ്യാറുണ്ട്, ഡെൽമോണ്ടിന് യൂസ് ചെയ്യാറുണ്ട്. പിന്നെ അതൊന്ന് റെഡിയായി വരുമ്പോൾ നമ്മൾ ഈ കോൺഫ്ലോറിൻ്റെ വാട്ടർ, കുറച്ച് ചൂട് വെള്ളത്തിൽ കലക്കി വെച്ചിട്ട് ഇതിലേക്ക് ചേർക്കണം. പിന്നെ അതൊരു 2 മിനിറ്റ് നമുക്ക് തിളപ്പിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച ബേബി കോൺ ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ചേർക്കാം. അപ്പോൾ ഇത് നമ്മൾ ഏറ്റവും അവസാനം ആവണം ചേർക്കേണ്ടത് കേട്ടോ. പിന്നെ സ്പ്രിങ് ഓണിയനുള്ള ആൾക്കാർ സ്പ്രിങ് ഓണിയനും ഇതിൽ ചേർക്കാം. പിന്നെ നമ്മൾ ഏറ്റവും അവസാനം നമ്മൾ സ്പ്രിങ് ഓണിയനും ചേർക്കാം. നമ്മുടെ സ്പ്രിങ് ഓണിയൻ്റെ ഗ്രീൻ കട്ട് ചെയ്തിട്ട് ചേർക്കാം. അപ്പോൾ എൻ്റെതെന്ന് വെച്ചാൽ ഞാൻ അങ്ങനെ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ ഉള്ള ഇൻഗ്രീഡിയൻറ്റ് കൊണ്ട് ഉണ്ടാക്കുന്ന ആളാണ്. മീൻസ് ഞാൻ അതിൻ്റെ പുറകെ പോകാറില്ല. വീഡിയോ ഒക്കെ ഇടാൻ വേണ്ടി മാത്രം ഞാനൊരു ഇൻഗ്രീഡിയൻറ്റ് അന്വേഷിച്ച് പോകാറില്ല. അങ്ങനെ ഇത് റെഡിയായി. ഇത് ആക്ച്വലി നമ്മുടെ ഈ റോട്ടീസിൻ്റെ കൂടിയും പിന്നെ ബ്രെഡിൻ്റെ കൂടിയൊക്കെ അടിപൊളിയാണ് കഴിക്കാൻ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ കർണാടകയിലൊക്കെ ഫങ്ഷൻസിനൊക്കെ ഉണ്ടാവാറുണ്ട്. നമ്മൾ ബാംഗ്ലൂരൊക്കെ നമ്മുടെ ഫങ്ഷൻസിനൊക്കെ ബേബി കോൺ കൊണ്ടുള്ള ഒരു ഡിഷ് എന്തായാലും ഉണ്ടാവും. ഈ ചില്ലിയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇവിടെ ഞാനിപ്പോൾ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ, ബേബി കോൺ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇന്നത്തെ വീഡിയോ കുറച്ച് ഈ ക്ലാരിറ്റി വ്യത്യാസം ഉണ്ടാവും, അല്ലെങ്കിൽ ആ കളർ വ്യത്യാസം ഉണ്ടാവും, ലൈറ്റിങ്ങിൻ്റെ പ്രോബ്ലമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങൾ എന്തൊക്കെയാണ് ഉണ്ടാക്കുന്നത് കമൻറ്റിൽ ഷെയർ ചെയ്യുക കേട്ടോ.